ഹായ് ഓൾ, ഇറ്റ്സ് മീ മക്കു മക്കി. അപ്പോൾ കേരളത്തിലെ സിനിമ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുഷ്പ 2 റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ പുലർച്ചെ 4 മണിക്കത്തെ ഷോക്ക് തന്നെ ഞാൻ പോയി. കാരണം ഞാൻ കൂടുതൽ കുറേ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സിനിമയായിരുന്നു പുഷ്പ. കാരണം കുറേ കാലമായി അതിൻ്റെ നമ്മളെ പ്രൊമോഷനും കാര്യങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഓരോ ഈ KGF ഇറങ്ങിയ ആ സമയം തൊട്ടേ ഇതിൻ്റെ ഷൂട്ടിങ്ങെല്ലാം മാറ്റിവെച്ച് പുതിയതായി റീക്രിയേറ്റ് ചെയ്തതാണെന്ന് ഇതിൻ്റെ സംവിധായകൻ പറയുണ്ടായി. അപ്പോൾ നമുക്ക് അത്രയും ഹൈപ്പോട് കൂടിയിട്ടാണ് ഈ സിനിമയ്ക്ക് പോവുക. അപ്പോൾ ഞാനും ഇതേ ഒരു ഹൈപ്പോട് കൂടിയിട്ടാണ് ഈ സിനിമയ്ക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുന്നേ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. ഇതിൽ ഫസ്റ്റായിട്ട് പറയേണ്ട പ്രധാന കാര്യം സിനിമയുടെ ലെങ്ത്താണ്. ഏകദേശം 3 മണിക്കൂർ 21 മിനിറ്റ്, അതായത് 200 മിനിറ്റോളമാണ് ഈ സിനിമയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ അല്ലു അർജുൻ്റെ പെർഫോമൻസിൽ ഈ മാസ് സീൻസൊക്കെ പക്ക അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അഭിനയങ്ങളിലേക്ക് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ് സീനുകളിലേക്ക് വരുമ്പോൾ അത് എനിക്ക് ഒരു വലിയ ഒരു വൗ ഫാക്റ്റ് ഉണ്ടായിട്ടില്ല. സിനിമകളിലെ ഏറ്റവും വലിയ പ്രധാന ഭാഗമാണല്ലോ ക്ലൈമാക്സ്. ഈ ക്ലൈമാക്സും എനിക്കൊരു അത്രത്തോളം ഒരു പഞ്ചിങ് രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് ഒന്ന് പോകാം. ക്യാമറ എനിക്ക് പക്ക അടിപൊളി ഫീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിലൊരു വേറൊരു നെഗറ്റീവ് പറയാനുള്ള കാരണം ഇതിലെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടും സ്കോറിങ് അത്ര വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. പുഷ്പ 1 പോലത്തെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ നമ്മളെ മലയാളിയായ സാം അടക്കമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ DSP പറ്റ ഷോക്കായിരുന്നു. കാരണം നമ്മൾ ഈ പുഷ്പ 1 വെച്ച് നോക്കുമ്പോൾ ഈ പുഷ്പ 1 പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു. പക്ഷേ നേരെ പുഷ്പ 2 വരുമ്പോൾ പാട്ടുകളൊന്നും ഒരു ഒരു അടിപൊളി സോങ് അല്ലെങ്കിൽ ഒരു കേൾക്കാൻ രസമുള്ള സോങ്ങായിട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം 3 ഫൈറ്റാണുള്ളത്. ഈ ഫൈറ്റിൽ ഫസ്റ്റ് തന്നെ ഒരു ജപ്പാനിലെ പോർട്ടിലെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. അടിപൊളി സംഗതി. പക്ഷേ പിന്നീട് അതിനെ പറ്റിയിട്ടില്ല. അതായത് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടില്ല പിന്നെ ഉള്ള ഒരു കാര്യം ആ സിനിമയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഈ വേഷം സത്യം പറഞ്ഞാൽ എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ പുഷ്പ 2 റിലീസാവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വെറൈറ്റി വേഷം ഒക്കെ ആക്കിയിട്ട് ചെയ്തോളി, വെറൈറ്റി വീഡിയോ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തതാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട് ആരും ലീലാകൃഷ്ണ ആണെന്നോ കാഞ്ചന എന്നൊന്നും വിളിക്കരുത്, ഒരു റിക്വസ്റ്റാണ്. കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഇടുകയേ ചെയ്യരുത്. അപ്പോൾ ഓവറോൾ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ ഫൈറ്റ് നമ്മൾ പുഷ്പ 1 കണ്ടതാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഫൈറ്റ് സീക്വൻസൊക്കെ എനിക്ക് പക്ക അടിപൊളി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇതിൽ നമ്മളെ ഒരു ഗ്രാവിറ്റർ സംഗതി ഉണ്ടല്ലോ, അത് നോക്കരുത് കേട്ടോ. ആ സംഗതി ആണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് എല്ലാം നല്ല രസകരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ വൗ ഫാക്റ്റ് ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ക്യാമറ, പിന്നെ കട്ട്സും എഡിറ്റിങ്ങും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. ഈ സ്ക്രിപ്റ്റ് വൈസിലേക്ക് വരുമ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ഡയറക്ടറായ സുകുമാർ ആണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ ഒരു ഓവറോൾ ഇത് ക്ലൈമാക്സ് ഒന്നും ഒരു നല്ല രീതിയിൽ അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കുറച്ച് ലാഗ് വന്നെങ്കിലും ബാക്കി ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇന്നൊരു കണ്ണ് നമ്മൾ ആ സ്ക്രീനിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വേഷത്തിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ഒരു അതിഗംഭീരമായിട്ട് ഈ ഒരു വേഷത്തിലുള്ള ആ ഒരു ആട്ടം പിന്നെ ആ ഫൈറ്റ് സീക്വൻസ് എല്ലാം അതിഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ നെഗറ്റീവ് കൂടി ഉണ്ടോ, എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണയായിട്ട് തങ്കച്ചി പാസം, അമ്മ പാസം, അച്ഛൻ പാസം എല്ലാം സൗഹൃദത്തിൻ്റെ ഒക്കെ പാസങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു വെറൈറ്റിയാണ്. പാസം എന്ന് പറയുന്നത് നേരിട്ട് അല്ലാത്തൊരു തങ്കച്ചി പാസ്സാണ് കേട്ടോ. നേരെ പെങ്ങളല്ല, ആ വീട്ടുപേരിൻ്റെ പേരിൽ കച്ചറ കൂടുന്ന സീനുകളൊക്കെ നമ്മൾ കഴിഞ്ഞ പുഷ്പ 1 കണ്ടതാണ്. അവരെ മകളായിട്ടുള്ള ആ ഒരു തങ്കച്ചി പാസം ഇതിൽ കാണിക്കുന്നത് അത് കുറച്ച് ലേശം ഓവറായിട്ട് തോന്നി. പിന്നെ ഈ ആക്ടിങ് ലെവലിലേക്ക് വരുമ്പോൾ പിന്നെ ഫഹദ് എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം ഓവറോൾ ആദ്യം മുതൽ ഏകദേശം സിനിമയുടെ ക്ലൈമാക്സോട് അടുക്കുന്നതിൻ്റെ മുന്നേ വരെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊരു നെഗറ്റീവായിട്ട് കാര്യപ്പെടും തോന്നിയിട്ടില്ല.
അത് ക്ലീഷേ അഭിനയം കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അത് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രശ്മിക മന്ദാന ആദ്യ പകുതിയൊക്കെ ഫുൾ വെറുപ്പിക്കലായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നെ കുറച്ചൊക്കെ രസകരമായി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ സോങ്ങുകളൊന്നും ഒരു സോങ് ഞാൻ ഉടനെ തന്നെ അടുത്ത സോങ്ങൊക്കെ ഒരു ബോറാക്കി വെച്ച രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഈ ഒരു സിനിമ പുഷ്പ 2 ഒരു ആവറേജ് ഫീലിംഗാണ്. പക്ഷേ ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആട്ടോ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസും ഒക്കെ പറഞ്ഞല്ലോ, പിന്നെ ആ ഒരു ചന്ദനം കടത്തുന്ന സീൻ്റെ സീക്വൻസുകളെല്ലാം അതിഗംഭീരം കിടിലം ആയി ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഓവറോൾ നോക്കുമ്പോൾ പുഷ്പ താഴൂലെന്ന് ദൈവം തമ്പുരാൻ അറിയാം. കാരണം കുറച്ച് നെഗറ്റീവായിട്ടുള്ള റിവ്യൂവും കൂടി, അതായത് പ്രേക്ഷകരുടെ അടുത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള റിവ്യൂവും കൂടി ഈ സിനിമയ്ക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എല്ലാവരും ഒന്ന് തിയേറ്ററിൽ പോയി ജസ്റ്റ് ഒന്ന് സിനിമ കാണുക, ആസ്വദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും വണക്കം. താഴത്തില്ലടാ.